ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വയനാട്ടിൽ ആരും തന്നെ കൃഷി ചെയ്യാതെ പക്ഷികൾ വിത്ത് വ്യാപനം നടത്തി ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ വയനാട്ടിലേക്ക് എത്തിച്ചു തരുന്ന ഒരു ഐറ്റത്തെ കുറിച്ചാണ്. വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റു പല ജില്ലകളിലും ഇത് ലഭിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ ഉൽപാദനമുള്ളതും അതുപോലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ലഭിക്കുന്നതും വയനാട്ടിലാണ്. വയനാട്ടിലെ ഒരു ഉന്നതിയിലെ വീട്ടിൽ ഈ ഒരു ഐറ്റം സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാം ചേർന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ കുരുമുളക് പോലുള്ള ഈ ഒരു ഐറ്റം വിളവെടുത്തു കഴിഞ്ഞാൽ കൈകൊണ്ട് പറിച്ചെടുത്താണ് കാലങ്ങളായി ഇത് വേർതിരിച്ചെടുക്കുന്നത്. ഇതിന് പ്രത്യേകമായി ഒരു മെഷീനോ മറ്റു യന്ത്രങ്ങളോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഈ രീതിയിൽ വേർതിരിച്ചെടുത്താൽ കിലോയ്ക്ക് 50 മുതൽ 100 രൂപ വരെ ലഭിക്കുന്നതിനാൽ ഇതിന്റെ വിളവെടുപ്പ് കാലമായാൽ വയനാട്ടിലെ ഓരോ വീടുകളിലെയും അതുപോലെ ആദിവാസി ഉന്നതികളിലെ വീടുകളിലും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് പണിയെടുത്ത് പണം സമ്പാദിക്കുന്ന കാഴ്ച കാണാൻ വളരെ മനോഹരമാണ്. ഇപ്പൊ ഞാനുള്ളത് ഈ ഒരു ഐറ്റം വിളവെടുക്കുന്ന ഒരു തോട്ടത്തിലാണ്. മരത്തിന് മുകളിൽ കയറി ഇതേ രീതിയിൽ ഓരോ കമ്പുകൾ വെട്ടിയെടുത്താണ് ഇതിന്റെ വിളവെടുക്കുന്നത്. പിന്നീട് ഓരോ ചെറിയ കെട്ടുകളിലാക്കി വാഹനങ്ങളിൽ വീടുകളിൽ എത്തിച്ചാണ് ഇത് പറിച്ചെടുക്കാറ്. വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇത് ലഭ്യമാണ്. എന്നാൽ ഓരോ സ്ഥലത്തും ഓരോരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വയനാട്ടിൽ ഇത് കറപ്പക്കായി എന്നറിയപ്പെടും. അതുപോലെ കോഴിക്കോട് ഭാഗങ്ങളിൽ എലമംഗലം, അതുപോലെ തൃശ്ശൂർ ആലപ്പുഴ ഭാഗങ്ങളിൽ എടനപ്പൂവ് എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടും. എന്നാൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നതും അതുപോലെ വ്യാപാരം നടക്കുന്നതും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഈ ഒരു ഐറ്റം ലഭിക്കുന്നതും വയനാട്ടിൽ മാത്രമാണ്. മാവ് പോലുള്ള വലിയ മരങ്ങളിൽ ഉണ്ടാവുന്ന ഈ ഒരു ഐറ്റം വിളവെടുക്കുമ്പോൾ ഏറ്റവും പ്രയാസപ്പെടുത്തുന്നത് വലിയ മരങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുന്ന ഉറുമ്പുകളാണ്. ഉറുമ്പുകളെ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഐറ്റം നമുക്ക് വിളവെടുക്കാൻ കഴിയുകയുള്ളൂ. ഉറുമ്പുകളെ നശിപ്പിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ പൊടി വിതറിയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു മരത്തിൽ കയറി ഇത് പറിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. 3 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് വളരെ അധികം പൂവിടുന്നതും അതുപോലെ കായ്കൾ പറിച്ചെടുക്കാനും കഴിയുകയുള്ളൂ. കാരണം ഇതിന്റെ വിളവെടുപ്പ് രീതി വളരെ വ്യത്യസ്തമാണ്. ഇതുപോലുള്ള മരത്തിന്റെ വലിയ തടി ഭാഗങ്ങൾ വെട്ടി താഴെ ഇറക്കിയതിനു ശേഷമാണ് ഇത് വിളവെടുക്കുക. പിന്നീട് മരങ്ങൾ വളർന്ന് പൂവിടാൻ 3 വർഷത്തിലധികം സമയമെടുക്കും. 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം വിളവെടുക്കുന്ന ഈ ഒരു ഐറ്റത്തിന്റെ വില ഈ ഒരു കാലയളവിൽ ഇരട്ടിയിലധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കച്ചവടത്തിൽ ഈ ഒരു ചാൻസ് മനസ്സിലാക്കി ഒരുപാട് ആളുകൾ വിളവെടുക്കുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് പിന്നീട് വില കൂടുമ്പോൾ വിറ്റ് നല്ല ലാഭം ഉണ്ടാക്കാറുണ്ട്. അത്യാവശ്യം കായ്പിടുത്തമുള്ള ഒരു മരത്തിൽ നിന്നും ഏകദേശം 3 കിലോ മുതൽ 15 കിലോ വരെ കറപ്പപ്പൂവ് നമുക്ക് ലഭിക്കും. വിപണിയിൽ 1 കിലോയ്ക്ക് ഇപ്പോൾ 1200 രൂപയാണ് വില നിലവാരം. ബേ ലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിന്റെ ഇലയ്ക്ക് ഉത്തരേന്ത്യൻ മാർക്കറ്റിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും നല്ല ഡിമാൻഡ് ഉണ്ട്. അതുപോലെ ചന്ദനത്തിരി നിർമ്മാണത്തിനായി, അതായത് അഗർബത്തി നിർമ്മാണത്തിനായി ഈ മരത്തിന്റെ തോല് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ ഒരു മരത്തിന്റെ തോല്, ഇല, കായ് തുടങ്ങിയ എല്ലാ ഭാഗങ്ങൾക്കും വില ലഭിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഇതിന്റെ കായകൾക്കാണ്. വയനാട്ടിൽ ഇതിന്റെ വിളവെടുപ്പ് നടക്കുന്നത് മഴക്കാലത്തായതിനാൽ ഇതിന്റെ ഇല ഉണക്കിയെടുത്ത് വിൽപ്പന നടത്താൻ വയനാട്ടുകാർക്ക് സാധിക്കില്ല. കാരണം വിപണിയിൽ ഇതിന്റെ ഇലയ്ക്ക് ലഭിക്കുന്ന വില വളരെ കുറവാണ്. ഇതിന്റെ വിളവെടുപ്പിലെ മറ്റൊരു പ്രധാന വെല്ലുവിളി തൊഴിലാളികളുടെ ലഭ്യത കുറവാണ്. മരത്തിൽ കയറാനുള്ള തൊഴിലാളികൾ വളരെ കുറവായതിനാൽ സ്ഥിരമായി തൊഴിലാളികളുള്ള അടക്കാപ്പാട്ട കർഷകരാണ് പ്രധാനമായും ഇതിന്റെ വിളവെടുപ്പ് നടത്തുന്നത്. ഓരോ വീടുകളിൽ നിന്നും ഓരോ മരത്തിനും വിലകെട്ടി വാങ്ങിയാണ് പറിച്ചെടുക്കുന്നത്. കാണാൻ കറുവപ്പട്ടയുടെ ഇലകൾക്ക് സമാനമായ ഇലയാണ് ഈ ഒരു മരത്തിനും ഉള്ളത്. അങ്ങനെ നമ്മൾ ഒരു മരത്തിന്റെ ഇലകളും അതുപോലെ കായ്കളും എല്ലാം പൂർണ്ണമായും പറിച്ചെടുത്ത് ഇനി ഇതിലെ കായ്കൾ വേർതിരിക്കാൻ വേണ്ടി ഓരോ വീടുകളിൽ എത്തിക്കണം. അങ്ങനെ നമ്മൾ ഒരു തോട്ടത്തിലെ ഒരു മരം മുഴുവനും പറിച്ചെടുത്ത് ഇനി കുറച്ച് ചായ കുടിച്ച് അടുത്ത തോട്ടത്തിലേക്ക് പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രയാസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മരത്തിന് മുകളിൽ കയറി വെട്ടി താഴെ ഇടുക എന്നുള്ളതാണ്. വീട്ടുകാർക്കൊന്നും അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പാട്ടത്തിന് കൊടുത്ത് ഒഴിവാക്കലാണ് പതിവ്. ഇപ്പോൾ നമ്മൾ പാട്ടത്തിന് എടുത്തതാണ്. ഒരു 2 തോട്ടത്തിൽ ഒരു 3-4 മരങ്ങളുണ്ട്. അത് നമ്മൾ പാട്ടത്തിനെടുത്ത് വെട്ടി താഴെ ഇടുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. കുടുങ്ങി ഏതെങ്കിലും വലിച്ചാ. അതായത് ഇതിൻ്റെ കറക്റ്റ് സൈസാണ്. അതായത് പറിച്ചെടുക്കാനുള്ള കറക്റ്റ് സൈസാണ് ഇതായി കാണുന്നത്. ഓവർ വലുപ്പമില്ല, ഓവർ ചെറുതുമല്ല, നല്ല കറക്റ്റ് സൈസാണ്. നമ്മൾ നേരത്തെ പറിച്ച കുറച്ച് സൈസ് കൂടുതലാണ്, പക്ഷേ ഇതാ കറക്റ്റ് സൈസാണ്. പറിക്കാൻ പറ്റിയ
കണ്ടീഷനാണിത്. ഇത്തരത്തിൽ പറിക്കുകയാണെങ്കിൽ കുറച്ച് തൂക്കം കൂടുതൽ വരും, അതുപോലെ റേറ്റും കുറച്ച് കൂടുതൽ കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രയാസം. എന്താ ഉറുമ്പ്, ഉറുമ്പാണ് ഈ മരത്തിൻ്റെ. വെട്ടിയിടുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെട്ടിപ്പറിച്ചെടുക്കുക എന്നുള്ളത്. ഇതാ കൂട് തന്നെ, വലിയ ഉറുമ്പിൻ്റെ കൂട് തന്നെ ഉണ്ട്. കേട്ടോ, ഇത് വെട്ടുന്നതിൽ ചില്ലറ കഷ്ടപ്പാടൊന്നല്ല കേട്ടോ. ആ പുളിയുറുമ്പിൻ്റെ കടി കൊണ്ട് മുകളിൽ നിന്ന് വെട്ടുകയെന്ന് വെച്ചാൽ അതിലും വലിയ ബുദ്ധിമുട്ട് വേറെ ഇല്ല. അപ്പുറം മുകളിൽ നിന്ന് ഇങ്ങനെ തുടക്കുന്ന കാണുമ്പോൾ നമുക്ക് താഴെ സങ്കടം വരണം. അത്രയ്ക്ക് ഉറുമ്പാണ് അതിൻ്റെ മുകളിൽ. ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു സാധനം വിളവെടുക്കുന്നത്. ഇതിന് ശരിക്ക് ഈ ഒരു റേറ്റ് ഒന്നും കിട്ടിയാൽ പോരാ. ഒരിക്കൽ കൂലിയും നല്ല പോലെ കൊടുക്കണം, അതുപോലെ ഇതിന് റേറ്റും നല്ല പോലെ വേണം. അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നതിന് കാര്യം ഉണ്ടാവില്ല. ഇത് ഒരു വർഷം വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 വർഷമൊക്കെ കഴിയും പിന്നെ നല്ല രീതിയിൽ വിളവ് വരണമെങ്കിൽ. അപ്പോൾ ഈ ഒരു ചാൻസാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് നാശമായി പോകുന്ന സാധനങ്ങളൊന്നുമല്ല. എന്താ പറയുക, പെട്ടെന്ന് കേടുവരുമോ അല്ലെങ്കിൽ ഡാമേജ് ആയി പോകുന്ന സാധനമൊന്നുമല്ല. കുരുമുളക് പോലെ എത്ര കാലം വേണമെങ്കിലും എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ റേറ്റ് കൂടുതലുള്ള ചാൻസാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ഇതിൽ നമ്മൾ ലാഭം എടുക്കാൻ. എടുത്തു വെക്കുക, 100 രൂപ 200 രൂപ കൂടുമ്പോൾ കൊടുത്ത് പൈസ ആക്കാം. ഈ ഒരു രീതിയിലാണ് വയനാട്ടിൽ പലരും ഇതിൽ ലാഭം ഉണ്ടാകുന്നത്. അതുപോലെ നോമ്പ്, പെരുന്നാൾ ആ സമയത്തൊക്കെ പിന്നെ ഡ്രസ്സ് വാങ്ങാനും കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാനും പിന്നെ അതുപോലെ മറ്റ് ചിലവിനൊക്കെ ഈ ഒരു സാധനം വിറ്റ് അവിടെ വലിയൊരു മരം വീണുണ്ട്. ഈ ഒരു സാധനം വിറ്റാണ് നമ്മൾ എന്താക്കുന്നത്, വയനാട്ടിലെ പല ആളുകളും ചിലവിനുള്ള പൈസ കണ്ടെത്തുന്നത്. 500 രൂപ കൂടുതൽ അങ്ങനെ നമ്മളിത് വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണവും കഴിഞ്ഞ് വന്ന് വീണ്ടും നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പണിക്കാരെല്ലാം ആഞ്ഞ് വലിയ കൊമ്പെന്ന് ആഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും എടുത്ത് നമ്മൾ പിന്നെ വീടുകളിൽ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കായ്, അതായത് ഈ ഒരു കായ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടുകളിൽ ഇട്ട് കൊടുക്കാൻ കൊണ്ടുപോകണം. ചെറിയ നമ്മൾ നേരത്തെ ചെറിയ ബണ്ടിലാക്കിയ പോലെ ചെറിയ ബണ്ടിലാക്കിയിട്ട് ഇത് ഓരോ വീടുകളിൽ ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മളെ കറുപ്പക്കായ്. പിടിച്ചാരാ, എന്നാ പിടിച്ചോ, ബിസ്മില്ലാ. ആ ഞാൻ പറഞ്ഞല്ലോ. ബേക്ക് തുറന്നേരാ. പണി തീരാൻ നോക്കുമ്പോൾ എന്താ ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇത് വണ്ടിയിൽ കയറ്റേണ്ട പരിപാടിയും കൂടിയേ ഉള്ളൂ. കഴിഞ്ഞ പരിപാടി. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. ഇങ്ങനെ ഇതുപോലെ മുന്തിരിക്കൊല പോലെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കിട്ടും. ഇതിന് ശരിക്കും ഒരു 2000 രൂപയൊക്കെ റേറ്റ് വരണം, എന്നാലേ പിന്നെ പറിക്കുന്നവർക്കെല്ലാം എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറും നഷ്ടമാണ്. കിലോയ്ക്ക് ഒരു 2000 രൂപ വരെയെങ്കിലും വന്നാലേ ഇത്രയും ഉറുമ്പിൻ്റെ കടിയും ഇതൊക്കെ പറിച്ച് കൊണ്ടുവന്നാലേ ഒന്നും കിട്ടൂല. അത്രക്ക് അധ്വാനമാണ് ഇതിൻ്റെ മുകളിൽ. ഇത് നമ്മളെ ഈ ഒരു തോട്ടത്തിലെ അവസാനത്തെ ട്രിപ്പാണ്. ഇനി ഇതാ ഈ കാണുന്നതും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതാണ്ട് കഴിയും. ഇതിനി നമ്മൾ ഓരോ വീടുകളിലും കൊണ്ടുപോയി ഇട്ട് കൊടുക്കും.
ഓരോ വീടുകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളൊക്കെ ചേർന്ന് അതിലെ കായ്, അതായത് കുരുമുളക് പോലുള്ള ഈ ഒരു ഐറ്റം വേർതിരിച്ച് നമുക്ക് തരും. അത് കൈകൊണ്ട് നുള്ളിയെടുക്കലാണ് അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണിച്ചു തരാം. അതുപോലെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുരുമുളകിനേക്കാൾ കുരുമുളകിന് ഇപ്പോൾ 600-700 ഈ ഒരു റേറ്റ് ആണ് നടക്കുന്നതെങ്കിൽ ഇതിന് ഏതാണ്ട് 1500 മുതൽ 1200 ഈ ഒരു റേറ്റ് ഒക്കെയാണ് ഇതിന് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ വർഷം സാധനം വളരെ കുറവായിരുന്നു, അപ്പോൾ 1500-1600 റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ വർഷം സാധനം കുറച്ച് കൂടുതലാണ്, അപ്പോൾ 1200 നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു ആദിവാസി ഉന്നതിയിൽ ഈ ഒരു ഐറ്റം വേർതിരിച്ചെടുക്കുന്നതാണ്. ഇത് ഇവർ കമ്പോട് കൂടിയാണ് വേർതിരിച്ചെടുത്തത്. അതിന് നമ്മൾ ഇത് ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ കായ് അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള. ഇതിന് ഇവർക്ക് ഏതാണ്ട് 50 രൂപ മുതൽ 100 രൂപ വരെ കൊടുക്കുന്ന ആളുകളുണ്ട്. അതായത് നല്ല രീതിയിൽ ക്ലീനായി പറിച്ചെടുക്കുന്നതാണ്. കമ്പും കുളന്തും ഒന്നും ഇല്ലാതെ പറിച്ചെടുക്കുകയാണെങ്കിൽ 100 രൂപയും, അതുപോലെ ചെറിയ രീതിയിൽ കമ്പൊക്കെ ഉണ്ടെങ്കിൽ 70, 60, 50 അങ്ങനെയൊക്കെയാണ് ഇതിന് റേറ്റ് കൊടുക്കുക. അതുപോലെ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പോൾ സ്ത്രീകളും കുട്ടികളുമാണ് പ്രധാനമായി വീടുകളിൽ നിന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കുക. നല്ല ക്ലീനായി പറിച്ചാൽ ഇതാ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവും. കമ്പും കുളന്തും ഒന്നും ഇല്ലാതെ ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ ഉണക്കാനിടുക. പിന്നെ ഇത് ഉണക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലാണ് നമുക്ക് ഡയറക്റ്റ് സെയിൽ ചെയ്യാം. അല്ലാതെ കമ്പും കുളന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്ത് അരിപ്പയിലിട്ട് അരിച്ച് ക്ലീൻ ചെയ്ത് കമ്പും കുളന്തൊക്കെ ഒഴിവാക്കിയിട്ട് വേണം സെയിൽ ചെയ്യാൻ.